WWE എപ്പിസോഡ് ഇന്നലെ രാത്രി 12:30 ലൈവായി ടെലികാസ്റ്റ് ചെയ്തത് സോണി 10 ചാനലിൽ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഒരു പോസ്റ്റ് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് 12:30 സോണി 10 റോ ടെലികാസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ലോജിക്ക് പ്രകാരം ഈ ഒരു റോ എപ്പിസോഡ് അവർക്ക് ടെലികാസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതേസമയം ഇനി വരും WWE ഷോസും സോണി 10 സമയമെല്ലാം കൊടുക്കുന്നുണ്ട്. അതായത് NXT നടക്കുന്ന 5:30 തൊട്ട് 7:30 വരെ സോണി 10 സ്പേസ് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാൽ NXTയും ചിലപ്പോൾ ലൈവ് കാണാൻ സാധിച്ചേക്കാം. അതുപോലെ സ്മാക്ക് ഡൗൺ ലൈവ് ഉണ്ടോ, എത്ര നാൾ ഇനി ലൈവ് ഉണ്ടാകും, അതിനെപ്പറ്റിയെല്ലാം കൂടുതൽ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. അതുപോലെ ഏതെങ്കിലും ഷോ ലൈവ് വരാണെങ്കിൽ അതേ ദിവസം പരമാവധി ഞാൻ പോസ്റ്റ് ഇട്ടായാലും പറയാം. ഇന്നത്തെ റോ എപ്പിസോഡ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നല്ല അടിപൊളി റോ എപ്പിസോഡായിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജോൺ സീന WWE ചാമ്പ്യൻ കോഡി റോഡ്സ് ഇവരുടെ സെഗ്മെന്റ് ആണ് നടന്നത്. അതായത് ഇവർക്ക് തമ്മിലുള്ള ഫൈനൽ ആയിട്ടുള്ള സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നീട് സീന മൈക്കെടുത്ത് സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് കോഡി റോഡ്സ് സീനയെ തടയുന്നുണ്ട്. അതായത് നീ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എല്ലാവരെയും കുക്ക് ചെയ്യുന്ന ആളല്ലേ, എന്നെ എങ്ങനെയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെല്ലാം ഞാൻ നിനക്ക് അങ്ങോട്ട് പറഞ്ഞു തരാം. അങ്ങനെ കോഡി റോഡ്സ് ആ ലിസ്റ്റിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. അതായത് കോഡി റോഡ്സ് മുൻപ് സ്റ്റാർഡസ്റ്റായി വർക്ക് ചെയ്ത കാര്യത്തെ പറ്റിയും, അതുപോലെ കോഡി റോഡ്സിന്റെ ദേഹത്ത് പതിക്കേണ്ട ടാറ്റു കോഡി റോഡ്സിന്റെ കഴുത്തിലാണ് പതിച്ചിട്ടുള്ളത് എന്നും, അതുപോലെ കോഡി റോഡ്സ് തന്നെ ഉണ്ടാക്കിയ കമ്പനിയിൽ നിന്നും ഇറങ്ങി പോരേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോരേണ്ട ഒരു അവസ്ഥ തനിക്ക് വന്നിട്ടുണ്ട് എന്നും, ആ കമ്പനിയിൽ നിന്ന സമയത്ത് തന്നെ വളരെയധികം ഫാൻസ് ബൂ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് കോഡി പറഞ്ഞത്. അതായത് ഇതെല്ലാം സീനയ്ക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് നീ ഇതെല്ലാം പറഞ്ഞല്ലേ എന്നെ കളിയാക്കാൻ പോകുന്നത്, ഈ ഒരു ടൈപ്പിലെല്ലാം ചോദിച്ചുകൊണ്ട്. പിന്നീട് ജോൺ സീന കഴിഞ്ഞ റോ എപ്പിസോഡിൽ വന്നുകൊണ്ട് ഫാൻസിനെ വെറുക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാം കള്ളമായിട്ടാണ് കോഡി റോഡ്സ് പറയുന്നത്. അതായത് സീനയോട് കറക്റ്റായിട്ട് എന്തുകൊണ്ടാണ് ഹീൽ ടേൺ ചെയ്തത് അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ പറയാനായിട്ടല്ല കോഡി റോഡ്സ് ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് ജോൺ സീന പറയുന്നത് ഇങ്ങനെയാണ്: WWE താരങ്ങളെ, നല്ല ടാലൻ്റുള്ള താരങ്ങളെ ജോൺ സീന നശിപ്പിക്കുന്നു, അവരുടെ കരിയർ ജോൺ സീന ഇല്ലാതെയാക്കുന്നു, ഇങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അതല്ല ശരിയെന്നും ഞാനാണ് യഥാർത്ഥ ടാലന്റ് എന്നാണ് ജോൺ സീന പറഞ്ഞത്. അതായത് ബാക്കി ആർക്കും ടാലന്റ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അവരെയെല്ലാം നശിപ്പിക്കുന്നത്. ഞാൻ ഒരിക്കലും നിന്നെ നശിപ്പിക്കാനൊന്നും പോകുന്നില്ല, പക്ഷെ റെസൽമേനിയയിൽ നിന്നെ ഞാൻ തോൽപ്പിച്ചുകൊണ്ട് നിന്റെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പ് ഞാൻ വിൻ ചെയ്ത് മുന്നോട്ട് പോകും. റെസൽമേനിയ കഴിഞ്ഞതിന് ശേഷം നിനക്ക് വേണമെങ്കിൽ WWE ചാമ്പ്യൻഷിപ്പിന്റെ ഒരു ടോയ് കയ്യിൽ വെച്ചുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ കളിച്ച് നടക്കാം. ഈ ഒരു ടൈപ്പിലൊക്കെയാണ് സീന പറഞ്ഞത്. പിന്നീട് സീന പറയുന്നുണ്ട് കോഡി റോഡ്സ് സീനയുടെ ഒരു കോപ്പിയാണെന്ന്. അതായത് കോഡി റോഡ്സ് സീനയിൽ നിന്നും എല്ലാ കാര്യങ്ങളും മോഷ്ടിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ടൈപ്പിലെല്ലാം സീന കോഡി റോഡ്സിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതായത് നീ ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുകയാണെന്നും നിനക്ക് ഫാൻസിനെ പറ്റിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് നിന്നെ WWE ഫേസ് ഓഫ് ദി കമ്പനിയാക്കി വെച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് സീന പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് കോഡി റോഡ്സ് അപ്പോൾ തന്നെ റിപ്ലൈ കൊടുത്തു. അതായത് എന്നൊരാളും തിരഞ്ഞെടുത്തതല്ല എന്നും, എന്നെ WWE ഫാൻസാണ് തിരഞ്ഞെടുത്ത് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത് എന്നും, എന്നാൽ നിന്നെ തിരഞ്ഞെടുത്ത ആള് ഇപ്പോൾ ഈ ഒരു കമ്പനിയിൽ തന്നെ ഇല്ല എന്നൊക്കെയാണ് കോഡി പറഞ്ഞത്. അതായത് സീനയെ തിരഞ്ഞെടുത്തത് വിൻസ് മിക്മാൻ ആണ്. അപ്പോൾ അതാണ് കോഡി ഇവിടെ മെൻഷൻ ചെയ്തത്. അതുപോലെ ജോൺ സീന ഹോളിവുഡിൽ പോയ കാര്യത്തെപ്പറ്റിയും കളിയാക്കുന്നുണ്ട് കോഡി റോഡ്സ്. പിന്നെ റോക്കിന്റെ കൂടെ ചേർന്ന കാര്യത്തെപ്പറ്റിയും, അതായത് അവിടെയാണ് ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം എന്ന ടൈപ്പിലൊക്കെ. അതിനുശേഷം ജോൺ സീനയോട് കോഡി റോഡ്സ് പറയുന്നുണ്ട് നീ ഇപ്പോഴും എൻ്റെ ഹീറോ തന്നെയാണ്, അതിൽ യാതൊരു ഡൗട്ടുമില്ല, പക്ഷെ അതേസമയം നീ ഇപ്പോഴും ഒരു ഷിറ്റാണ് എന്ന ടൈപ്പിലൊക്കെ കോഡി റോഡ്സ് ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ പറഞ്ഞു. പിന്നീട് സീന ഇതിന് മറുപടിയായി പറഞ്ഞത് നീ സത്യമല്ല പറയുന്നത്, നീ പറയുന്നതെല്ലാം കള്ളമാണ്. അതുപോലെ ഞാൻ ഈ കമ്പനി വിട്ട് പോയിട്ടുണ്ട്, ഈ കമ്പനിയിൽ ഞാൻ ഒരുപാട് കാലം വർക്കും ചെയ്തിട്ടുണ്ട്, പക്ഷെ എൻ്റെ ലെവലിലേക്ക് ഒരാൾക്കും വരാൻ സാധിക്കില്ല, അത് തനിക്ക് നന്നായിട്ട് അറിയാമെന്നും ജോൺ സീന ഈ സെഗ്മെന്റിൽ പറയുന്നുണ്ട്. അതേപോലെ അവസാനം സീന പറയുന്നുണ്ട് ഞാൻ ഇവിടെയുള്ള കോടീശ്വരന്മാർക്ക് പൈസയെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, എന്നാൽ നീ ചെയ്യുന്നത് എന്താണ്, ഇതേ കോടീശ്വരന്മാരുടെ മക്കളുടെ കയ്യിൽ നിന്നും പൈസ അടിച്ചു മാറ്റുക എന്നാണ്. അതായത് സീന ഉദ്ദേശിച്ചത് വിൻസ് മിക്മാൻ പോലെയുള്ള കോടീശ്വരന്മാർക്ക് ജോൺ സീന ഒരുപാട് പൈസയെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അതേസമയം ടോണി ഖാൻ പോലെയുള്ള
ആളുകളുടെ കയ്യിൽ നിന്നും കോഡി റോഡ്സ് പൈസ ഇങ്ങോട്ട് വാങ്ങി എന്നാണ് സീന പറഞ്ഞ ഡയലോഗ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് ചുരുക്കി പറഞ്ഞ വിൻസ് മിക്മാന് ഞാൻ പൈസ ഉണ്ടാക്കി കൊടുത്തു, ടോണിഗാന്റെ കയ്യിൽ നിന്നും നീ പൈസ അടിച്ചു മാറ്റി. ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് കോഡി റോഡ്സിന്റെ ഉത്തരം മുട്ടിക്കുന്ന രീതിയിലാണ് സീന സംസാരിച്ചു വെച്ചത്. അങ്ങനെ മാസമായി സീന പോകാൻ നോക്കുന്ന സമയത്ത് കോഡി റോഡ്സ് പറയുന്നുണ്ട്, നീ ഇത്രയും പറഞ്ഞത് ശരി, എന്നാൽ ഒരു കാര്യം കൂടിയും എനിക്ക് പറയാനുണ്ട്. അതായത് എനിക്കൊരിക്കലും റെസ്ലിംഗ് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫാൻസ് എന്നെ കളിയാക്കിയിട്ടില്ല എന്നാണ് കോഡി റോഡ്സ് പറഞ്ഞത്. അതായത് ജോൺ സീനയെ ഫാൻസ് ഇത്തരത്തിൽ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്, സീനയ്ക്ക് റെസ്ലിംഗ് അറിയില്ല എന്ന ടൈപ്പിലൊക്കെ. അപ്പോൾ അതാണ് കോഡി ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ഭയങ്കരമായിട്ടാണ് ഇവരുടെ സെഗ്മെന്റ് പോയത്. ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായി. ആ സമയത്ത് കോഡി റോഡ്സ് ജോൺ സീനയ്ക്ക് ക്രോസ് റോഡ്സ് കൊടുത്തുകൊണ്ട് ഈ സെഗ്മെന്റിൽ കോഡി റോഡ്സ് ആണ് ലീഡ് ചെയ്ത് പോയത്. അപ്പോൾ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ അടിപൊളി സെഗ്മെന്റ് ആയിരുന്നു. പക്ഷെ ഒറ്റ ഡയലോഗിൽ സീന കോഡി റോഡ്സിന് നല്ലൊരു 8ന്റെ താങ്ങ് കൊടുത്തിട്ടാണ് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ അടിപൊളിയായിട്ടാണ് തോന്നിയത്. ഇവരുടെ ഫൈനൽ സെഗ്മെന്റിൽ റോക്ക് വരും എന്നൊക്കെ ഒരുപാട് റൂമർ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അതിനുശേഷം റോ എപ്പിസോഡിൽ ഫസ്റ്റ് ന്യൂഡേ ടീമാണ് വന്നത് ടാഗ് ടീം മാച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവരുടെ കൂടെ ഏത് ടീമാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്ത് ആഡം പിയേഴ്സ് വന്ന് പറയുന്നത് പീറ്റൻ ആൻഡ് ടൈലർ ബീറ്റ്, അതായത് ന്യൂ കാച്ച് റിപ്പബ്ലിക് ആണ് ന്യൂഡേ ടീമിന്റെ കൂടെ മത്സരിക്കാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ട് ടീമിന്റെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ഈ മാച്ചിന്റെ അവസാനത്തിൽ പീറ്റന് ഫിനിഷർ കൊടുത്തുകൊണ്ട് ന്യൂഡേ ടീമാണ് ഈ മാച്ച് വിൻ ചെയ്തത്. അങ്ങനെ ന്യൂഡേ ടീം വിൻ ചെയ്തതിന് ശേഷം ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ലെവലിൽ പോകുന്നത് പോലെ സംസാരിക്കാൻ തുടങ്ങും. അതേസമയം വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻസായ വാർ റൈഡേഴ്സ് അവിടെ വരുന്നതായിട്ടും ഇവർക്ക് തമ്മിൽ ചെറിയൊരു സ്പാർക്ക് വരുന്നത് പോലെ ഒരു സെഗ്മെന്റും കാണിച്ചിരുന്നു. പിന്നീട് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ഗുന്തർ വേഴ്സസ് ജിമ്മി യൂസോ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് ജിമ്മി യൂസോനെ പവർ ബൗണ്ട് ചെയ്തുകൊണ്ട് ഗുന്തർ മാച്ച് വിൻ ചെയ്യും എന്ന് വിചാരിച്ചാൽ പിൻ ചെയ്ത അപ്പോൾ തന്നെ ജിമ്മി യൂസോനെ എടുത്തുകൊണ്ട് വീണ്ടും അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പിന്നീട് അവസാനം സബ്മിഷൻ എല്ലാം ഉപയോഗിച്ച് ഗുന്തർ മാച്ച് വിൻ ചെയ്തു. അതിനുശേഷം വീണ്ടും ജിമ്മി യൂസോനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുമ്പോൾ ജയ് യൂസോ സേവ് ചെയ്യാൻ വന്നു. പക്ഷെ ജയ് യൂസോനെയും ഗുന്തർ അറ്റാക്ക് ചെയ്ത് ജയ് യൂസോയുടെ കൈയെല്ലാം റോപ്പിൽ വെച്ച് ലോക്ക് ചെയ്തു. പിന്നീട് ജിമ്മി യൂസോനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു. സെക്യൂരിറ്റീസ് എല്ലാം വന്നിട്ടും കാര്യമുണ്ടായില്ല, അവർക്കും കിട്ടി സ്റ്റെപ്പിന്റെ മുകളിലേക്കെല്ലാം. അങ്ങനെ ജിമ്മി യൂസോനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് നിറയെ ബ്ലഡ് എല്ലാം വരുന്നതായിട്ടും ജയ് യൂസോക്ക് ഒന്നും തിരിച്ചു ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇന്ന് കാണിച്ചത്. അപ്പോൾ ഇവരുടെ സെഗ്മെന്റ് നമ്മൾ ഒരുപാട് കണ്ടു. അതിൽ അത്യാവശ്യം നല്ലൊരു സെഗ്മെന്റ് ആയിട്ടാണ് ഇത് തോന്നിയത്. പിന്നീട് ബാക്ക് സ്റ്റേജ് ജഡ്ജ്മെന്റ് ടീമിന്റെ സെഗ്മെന്റ് കാണിക്കുമ്പോൾ ഫിൻ ബലർ റക്കൽ റോഡ്രിഗസിനെ കളിയാക്കുന്നുണ്ട്, അതായത് IC ചാമ്പ്യൻഷിപ്പ് ജയിക്കാൻ പറ്റാത്തതിൽ. അതുപോലെ ഫിൻ ബലർ പറയുന്നുണ്ട്, ഞാൻ ജഡ്ജ്മെന്റ് ടീമിലേക്ക് IC ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവരും എന്ന ലെവലിലൊക്കെ. അതിനുശേഷം നടന്നത് ടാഗ് ടീം മാച്ചാണ്. പെൻഡ ആൻഡ് IC ചാമ്പ്യൻ ബ്രോൺ ബ്രേക്കർ വേഴ്സസ് ഫിൻ ബലർ ആൻഡ് ഡൊമിനിക് മിസ്റ്റീരിയോ ഇവർക്ക് തമ്മിലുള്ള ടാഗ് ടീം മാച്ച്. അപ്പോൾ ഈ മാച്ച് വരാനുള്ള കാരണം നമ്മൾക്കറിയാം, കഴിഞ്ഞ ആഴ്ച സംഭവിച്ച ആ ഒരു സെഗ്മെന്റ് ആണ്. അപ്പോൾ ഈ മാച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ട് ടീമിൻ്റെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ബ്രോൺ ബ്രേക്കർ ഫിൻ ബാലറിനെ സ്പിയർ ചെയ്ത സമയത്ത് ഡൊമിനിക് ഫിൻ ബാലറും ചേർന്നുകൊണ്ട് കറക്റ്റായിട്ട് പെൻഡയെ വെച്ച് കൊടുത്തു. അതായത് ആ ഒരു സ്പിയർ നേരെ പെൻഡയ്ക്ക് കിട്ടി. പിന്നീട് ഇവർ ബ്രോൺ ബ്രേക്കറെ റിങ്ങിൽ നിന്നും പുറത്താക്കിയതിന് ശേഷം പെൻഡയ്ക്ക് ഫിൻ ബാലർ ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ഡൊമിനിക് മിസ്റ്റീരിയോ ആൻഡ് ഫിൻ ബാലർ ഇവരാണ് വിൻ ചെയ്തത്. പിന്നീട് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ പെൻഡ IC ചാമ്പ്യൻ ബ്രോൺ ബ്രേക്കറുമായിട്ട് ഭയങ്കരമായി പ്രശ്നമുണ്ടാക്കി. അപ്പോൾ ബ്രോൺ ബ്രേക്കർ പറയുന്നുണ്ട് അറിയാതെ സംഭവിച്ചതാണ് എന്നൊക്കെ. പിന്നീട് സെക്യൂരിറ്റീസ് എല്ലാം വന്ന് പിടിച്ചു മാറ്റി. അപ്പോൾ ഈ സെഗ്മെന്റും ഈ മാച്ചെല്ലാം നന്നായിട്ടാണ് തോന്നിയത്. അതിനുശേഷം AJ സ്റ്റൈൽസ് ലോഗൻ പോൾ ഇവരുടെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റ് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയില്ല. അപ്പോൾ ഈ സെഗ്മെന്റും നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് AJ സ്റ്റൈൽസ് വന്നുകൊണ്ട് ലോഗൻ പോളിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നേർക്കുനേർ വന്ന് സംസാരിക്കാം എന്നൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ MSGയിൽ അറ്റാക്ക് ചെയ്ത കാര്യത്തെപ്പറ്റി ലോഗൻ പോൾ AJ സ്റ്റൈൽസിനോട് പറയുന്നുണ്ട്, അതായത് അതിനെ ആവർത്തിക്കരുത്, ഈ പ്രാവശ്യത്തേക്ക് തനിക്ക് ക്ഷമിക്കാനാകും ഈ ഒരു ടൈപ്പിലെല്ലാം. അപ്പോൾ ഇത്തരത്തിലെല്ലാം ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് അവസാനം എത്തിയത് റസൽമേനിയയിലേക്കാണ്. അതായത് റസൽമേനിയയിൽ ഇവർക്കൊരു മാച്ച് വരുന്നത് പോലെയാണ് ഈ സെഗ്മെന്റ് ചെന്നെത്തിയത്.
അപ്പോൾ ഈ സെഗ്മെന്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് സീന കോഡി റോഡ്സ് ഇവരുടെ സെഗ്മെന്റിൽ ഒരുപാട് കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ സെഗ്മെന്റ് ഞാൻ നൈസായിട്ട് പറഞ്ഞു പോകുന്നത്. ഈ സെഗ്മെന്റിന്റെ അവസാനം AJ സ്റ്റൈൽസിനെ ലോഗൻ പോൾ അറ്റാക്ക് ചെയ്യാൻ നോക്കിയ സമയത്ത് AJ സ്റ്റൈൽസ് അത് അങ്ങനെ തന്നെ ക്യാച്ച് ചെയ്ത് ലോഗൻ പോളിന് സ്റ്റൈൽ ക്ലാഷ് കൊടുക്കാൻ നോക്കും. അപ്പോൾ തന്നെ ലോഗൻ പോൾ റിങ് വിട്ട് എസ്കേപ്പ് ആകുന്നതായിട്ടും പിന്നാലെ പോയ AJ സ്റ്റൈൽസ് വീണ്ടും ലോഗൻ പോളിനെ പിടിച്ചുകൊണ്ട് കമന്ററി ടേബിളിന്റെ അവിടെയെല്ലാം വെച്ച് അറ്റാക്ക് ചെയ്ത് റിങ്ങിലേക്ക് ഇട്ട് ഫെനാമിനൽ ഫോറാം ചെയ്യാൻ നോക്കിയ സമയത്ത് ലോഗൻ പോൾ റോപ്പെല്ലാം വെച്ച് AJ സ്റ്റൈൽസിനെ അറ്റാക്ക് ചെയ്തു. ശേഷം AJ സ്റ്റൈൽസിന് ലോഗൻ പോൾ ഫിനിഷർ കൊടുത്തുകൊണ്ട് ഇവരുടെ റെസൽമേനിയ മാച്ച് സെറ്റാക്കി ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. പിന്നീട് വീണ്ടും ബാക്ക് സ്റ്റേജിൽ ഫിൻ ബാലർ ജഡ്ജ്മെന്റിന്റെ ടീമായി സംസാരിച്ചു. അതായത് പെൻഡ ബ്രോൺ ബ്രേക്കർ ഇവരെ തോൽപ്പിച്ച കാര്യത്തെ പറ്റിയും വീണ്ടും IC ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം വാങ്ങാനായിട്ട് ആഡം പീഴ്സുമായിട്ട് സംസാരിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് ഫിൻ ബാലർ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കേട്ട് ലിവ് മോർഗന് ദേഷ്യം വരുന്നത് പോലെയും ലിവ് മോർഗൻ പറയുന്നുണ്ട് ഫിൻ ബാലർ ഓൾറെഡി ബ്രോൺ ബ്രേക്കറിന്റെ കൂടെ IC ചാമ്പ്യൻഷിപ്പിൽ തോറ്റു, ഡൊമിനിക് മിസ്റ്റീരിയോ തോറ്റിട്ടില്ല എന്നും അതുകൊണ്ട് ഡൊമിനിക്കിന് വേണ്ടിയിട്ട് ആഡം പീഴ്സുമായിട്ട് സംസാരിക്കാം എന്നൊക്കെ. എന്നാൽ ഡൊമിനിക്കിന് ഫിൻ ബാലറിനെ ചതിക്കാൻ താല്പര്യമില്ലാത്തത് പോലെയാണ് കാണിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നീട് റോ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. വുമൺസ് വേൾഡ് ചാമ്പ്യനായ ഇയോ സ്കൈ വേഴ്സസ് റിയ റിപ്ലി ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. സ്പെഷ്യൽ ഗസ്റ്റ് റെഫറി ആയിട്ട് ബിയാങ്ക ബെല്ലറും ഈ മാച്ചിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. നല്ല രീതിയിൽ ഇവരുടെ സ്റ്റോറി കൊണ്ടുപോയി കണക്ട് ചെയ്തിട്ടുണ്ട്. മാച്ചിന്റെ പകുതിക്ക് വെച്ചൊക്കെ രണ്ടുപേരും മാറി മാറി വിൻ ചെയ്യാൻ പോകുന്നത് പോലെ കാണിച്ചുവെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കിക്ക് ഔട്ട് ചെയ്തുകൊണ്ട് മാച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോയി. അതുപോലെ മാച്ചിന്റെ പല സമയങ്ങളിലും ബിയാങ്ക ബെല്ലർ റിയ റിപ്ലി, ബിയാങ്ക ബെല്ലർ ഇയോ സ്കൈ ഇങ്ങനെയെല്ലാം സ്പാർക്ക് വരുന്നുണ്ടായിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ ഇത്തരത്തിൽ ഇവർക്ക് സ്പാർക്കെല്ലാം വന്നുകൊണ്ട് റിയ റിപ്ലി ബിയാങ്ക ബെല്ലറിനെ എല്ലാം അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ബിയാങ്ക ബെല്ലറിന് ദേഷ്യം വന്നുകൊണ്ട് ഈ ഒരു മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ടും പിന്നീട് ദേഷ്യം വന്ന റിയ റിപ്ലി ഭയങ്കരമായിട്ടും ബിയാങ്ക ബെല്ലർ അതുപോലെ തന്നെ ഇയോ സ്കൈനെ എല്ലാം അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതായത് റിയ റിപ്ലി വീണ്ടും ഒരു ഹീലായി മാറുന്നത് പോലെയാണ് ഈ റോയിലും കാണിച്ചു വെച്ചിട്ടുള്ളത്. ബിയാങ്ക ബെല്ലറിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, അതും ഫിനിഷറെല്ലാം കൊടുത്തുകൊണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ ഇവൻ്റായി നടന്നത്. അപ്പോൾ ഈ മാച്ച് കൺഫേം ചെയ്ത സമയത്ത് തന്നെ നമ്മൾക്കറിയാം ഇങ്ങനെയായിരിക്കും സംഭവിക്കുക. എന്നിട്ട് റെസൽമേനിയയിൽ ഇവർക്ക് ട്രിപ്പിൾ ത്രെഡ് മാച്ച് വരുമെന്ന്. എന്തായാലും ഈ മാച്ച് സെഗ്മെന്റ് എല്ലാം നന്നായിട്ടുണ്ട്. റെസൽമേനിയ മാച്ചും സെറ്റായിട്ടുണ്ട്. ഇന്നത്തെ റോ എപ്പിസോഡ് അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. പിന്നെ സ്മാക്ക് ഡൗണിന്റെ പോലെ വലിച്ചിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക റോ എപ്പിസോഡിനെ പറ്റി.